കരുത്തരും യുവനിരയും ഒരുമിച്ച് അണിനിരന്ന് കൊച്ചി കോർപ്പറേഷനിലെ ആദ്യഘട്ട BJP സ്ഥാനാർത്ഥി പട്ടിക. സംസ്ഥാന വക്താവ് TP സിന്ധുമോളും CG രാജഗോപാലും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. BJPയിൽ ചേർന്ന UDF കൗൺസിലർ സുനിത ഡിക്സണും ഹിജാബ് വിവാദത്തിൽ മതമൗലികവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിലും മത്സരരംഗത്തുണ്ട്. സിറ്റിംഗ് സീറ്റുകളായ അമരാവതിയിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്തും എറണാകുളം സെൻട്രലിൽ സുധാ ദിലീപ് കുമാറും ഐരൻ നോർത്തിൽ പത്മകുമാരി ടിയും വീണ്ടും മത്സരിക്കും. ഗിരിനഗർ ഡിവിഷനിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന വക്താവുമായ അഡ്വക്കേറ്റ് TP സിന്ധുമോൾ മത്സരിക്കുന്നത്. പകുതിയും സ്ത്രീ സംവരണം ഉണ്ടെങ്കിൽ പോലും അതിലധികം സ്ത്രീകളെ ജനറൽ സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് മോദിജി പറഞ്ഞ നാരി തൂ നാരായണി എന്ന് പറയുന്ന ആ ആപ്തവാക്യം മുദ്രാവാക്യം എന്താണോ അത് യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഇന്ന് കുറച്ചധികം സീറ്റുകൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. BJPയിൽ ചേർന്ന UDF കൗൺസിലർ സുനിത ഡിക്സൺ 45-ാം ഡിവിഷൻ പൊന്നുരുന്നി ഈറ്റിലും ഹിജാബ് വിവാദത്തിൽ മതമൗലികവാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പള്ളുരുത്തി കച്ചേരിപ്പടി ഡിവിഷനിൽ BJP ഘടകകക്ഷിയായ NPP സ്ഥാനാർത്ഥിയായും മത്സരിക്കും. മത്സരം വിജയ മത്സരം തന്നെ, അതിലൊരു സംശയമില്ല. കാരണം ജനങ്ങൾ ബോധവാന്മാരായി, ജനങ്ങൾ അടിമയല്ല, ഇപ്പം സ്വതന്ത്രമായിട്ട് ചിന്തിക്കേണ്ട സമയമായി എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ എന്നും നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ട് ആ ഡിവിഷനിലെ ജനങ്ങൾ തന്നെയാണ് എന്നെ അങ്ങോട്ട് വിളിച്ചത്. ഹിജാബ് വിഷയമുണ്ടായപ്പോൾ ഏറ്റവും അടുത്തുണ്ടായിരുന്ന കൗൺസിലറാണ് ആ ഒരു സ്കൂളിൻ്റെ രക്ഷാധികാരി പോലുള്ള അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയിലുള്ള കൗൺസിലർ ആ ഭാഗത്തോട്ട് ഇന്ന് വരെ വിഷയം കഴിഞ്ഞിട്ട് പോലും ആ പ്രദേശത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. അത് CPM-ന്റെ കൗൺസിലറാണ്. വിവാദമുണ്ടായപ്പോൾ ആദ്യം വന്നത് ഷോൺ ജോർജാണ്. BJP നേതാവും എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി നേടുകയും ചെയ്തിട്ടുള്ള CG രാജഗോപാൽ രവിപുരം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. 37 വർഷമായി BJP തുടർച്ചയായി ജയിക്കുന്ന ചെർളായി ഡിവിഷനിൽ പ്രവിത ES ആണ് സ്ഥാനാർത്ഥി. കൊച്ചിയെ ഒരു സുവർണ കൊച്ചിയിലേക്ക് നയിക്കണമെങ്കിൽ NDAയുടെ ആൾക്കാർ ജയിച്ച് കോർപ്പറേഷനിൽ വരണം. പാർട്ടിയും പ്രസ്ഥാനവും എന്നിൽ ഏൽപ്പിച്ച ചുമതല തീർച്ചയായിട്ടും നിർവഹിക്കും. പോരാടി NDA സഖ്യത്തിന് വേണ്ടി സീറ്റ് നേടുക, BJPക്ക് വേണ്ടി സീറ്റ് നേടുക എന്ന് തന്നെയാണ് ലക്ഷ്യം. കൊച്ചി കോർപ്പറേഷനിലെ 76 ഡിവിഷനുകളിൽ 30 ഡിവിഷനുകളിലെയും 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികളെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് പ്രഖ്യാപിച്ചത്. ജനം, കൊച്ചി.